വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെം ആയ BA എക്കണോമിക്സിലെ MDC വിഷയമായ ഡിജിറ്റൽ എക്കണോമിയാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് ഫൗണ്ടേഷൻസ് ഓഫ് ഡിജിറ്റൽ എക്കണോമി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കും നോട്ട്സ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് ഞാൻ നോട്ട്സും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യല്. അപ്പോൾ ഇനി നോക്കുന്നത് ഡിജിറ്റൽ എക്കണോമിയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ എക്കണോമി? അപ്പോൾ ഇന്റർനെറ്റിൽ നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും സൂചിപ്പിക്കുന്ന ഒരു കൂട്ടായ പദമാണ് ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഇന്റർനെറ്റിൽ നമ്മളുടെ ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഏത് സംവിധാനത്തിൽ കൂടെയും നമ്മൾ ഈ ക്യാഷും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് ഈ പൊതുവെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ അതൊക്കെ ഡിജിറ്റൽ എക്കണോമിയിൽ പെട്ടത് തന്നെ കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ വെബ് എക്കണോമി ഓഫ് ദ ഇന്റർനെറ്റ് എക്കണോമി. അപ്പോൾ എന്തൊക്കെ പറയും, ഇതിനെ വെബ് എക്കണോമി എന്നും പറയാറുണ്ട്, അതേപോലെ ഇന്റർനെറ്റ് എക്കണോമി എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ എക്കണോമി മെയിൻ ആയിക്കാണ്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ആയിക്കാണ്ട് ടെക്നോളജീസ് ആണ്. അതായത് ടെക്നോളജിയുമായിക്കാണ്ട് ബന്ധപ്പെട്ടതാണ് ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ഒരുപാട് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇന്റർനെറ്റും അതേപോലെ വേൾഡ് വൈഡ് വെബും എന്നിവയൊക്കെ ബിസിനസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്റർനെറ്റ് എക്കണോമി അല്ലെങ്കിൽ ന്യൂ എക്കണോമി അല്ലെങ്കിൽ വെബ് എക്കണോമി ഇങ്ങനെ പേരുകളുണ്ട് ഈ ഡിജിറ്റൽ എക്കണോമിക്ക്. അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ എക്കണോമി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1905 ഡോൺ ടാസ്കോട്ട് എഴുതിയ ദ ഡിജിറ്റൽ എക്കണോമി പ്രോമിസ് ആൻഡ് പേരിൽ ഇൻ ദ ഏജ് ഓഫ് നെറ്റ്വർക്ക് ഇന്റലിജൻസ് എന്ന പുസ്തകത്തിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. പിന്നെ അതേപോലെ തന്നെ തോമസ് മെൻസ്വർഗിന്റെ അഭിപ്രായത്തിൽ ഡിജിറ്റൽ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് 3 പ്രധാന കമ്പോണൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ഈ ബിസിനസ് ഇൻഫ്ലനേഷൻ, പിന്നെ രണ്ടാമത്തെ ഈ ബിസിനസ്, പിന്നെ മൂന്നാമത്തെ ഈ കൊമേഴ്സ്. അതിൽ ഒന്നാമത്തെ ഈ ബിസിനസ് ഇൻഫ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ബിസിനസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് ഒക്കെ ആണ്. അതായത് നെറ്റിൻ്റെയും അതേപോലെ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ സ്പീഡ് കൂട്ടുക. അതിനെയാണ് ഈ ബിസിനസ് ഇൻഫ്ലുനേച്ചർ എന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് ഈ ബിസിനസ് ആണ്, അതായത് ബിസിനസ് പ്രക്രിയകൾ ഡിജിറ്റലായി നടത്തുന്ന രീതി. അതായത് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൈമാറുക, അങ്ങനെ ഡിജിറ്റലായി നടക്കുന്ന രീതിയാണ് ഇവിടെ ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് വഴി സാധനങ്ങളുടെയും സേവനങ്ങളുടെ വാങ്ങലും വിൽക്കലുമാണ്. അതായത് നമ്മളിപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും വിൽക്കലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അതിനെയാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. തോമസ് മേഴ്സ്ബർഗിന്റെ അഭിപ്രായത്തിൽ ഈ 3 കമ്പോണൻസ് ആണ് ഡിജിറ്റൽ എക്കണോമിക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. ഇനി പറയാനുള്ളത് ഡിജിറ്റൽ എക്കണോമിന്റെ ഡെഫിനിഷൻസ് ആണ്. 2 ഡെഫിനിഷൻസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ OECDന്റെ ആണ്. അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഈ OECDന്റെ ഫുള്ള് പറഞ്ഞത്. പിന്നെ അത് ഡെഫിനിഷൻ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ എക്കണോമി ആസ് ഇൻ എക്കണോമി ദാറ്റ് റിസൾട്ട്സ് ഫ്രം the digitalizations of information market and the infrastructure that supports these digital processes, emphasizing the role of data and information as central economic resources. അതായത് ഡിജിറ്റൽ എക്കണോമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവരങ്ങളുടെയും വിപണികളുടെയും ഈ ഡിജിറ്റൽ പ്രക്രിയകളെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഡിജിറ്റലൈസേഷന്റെ ഫലമുണ്ടാകുന്ന ഒരു വ്യവസ്ഥയാണ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. ഈ ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി പറയാൻ വേൾഡ് ബാങ്കിന്റെ ഡെഫിനേഷൻസ് ആണ് ഡിജിറ്റൽ എക്കണോമിയെ പറ്റി. എ സിസ്റ്റം ഓഫ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചർ റിലേഷൻസ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ദ ഡിജിറ്റൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അതായത് ഡിജിറ്റൽ വിവരങ്ങളുടെയും ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെയും ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. ഇത്ര കാര്യങ്ങൾ ഡെഫിനിഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഹിസ്റ്ററി നോക്കാം ഡിജിറ്റൽ എക്കണോമിന്റെ. ഡിജിറ്റൽ സമ്പത്ത് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കണോമിന്റെ പരിണാമം, അതായത് ഹിസ്റ്ററി ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് ഓരോ ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഓരോ ഘട്ടവും നമുക്ക് വിശദമായി നോക്കാം.
അപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ സ്റ്റേജാണ് ഇയർലി ഫൗണ്ടേഷൻസ്. അപ്പോൾ 1950 മുതൽ 1970 വരെ കാലഘട്ടത്തിലാണ് ഈ ഒരു സ്റ്റേജ്. അതായത് ആദ്യകാല അടിസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിക്കാണ് നമ്മളുടെ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുന്നത് കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിക്കണ്ട് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടറുടെ വികസനം. ഇപ്പോൾ ഡിജിറ്റൽ എക്കണോമിയുടെ ഉത്ഭവം അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആദ്യ കമ്പ്യൂട്ടറുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ്. ആദ്യകാലത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എനിവക്ക്, യൂണിവക്ക് എന്ന് പറഞ്ഞ ഈ രണ്ട് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ എനിവക്ക് 1946-ലും യൂണിവക്ക് 1951-ലുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പ്രധാനമായിക്കാണ് സർക്കാർ ഗവൺമെന്റ് ആവശ്യങ്ങൾക്കാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചു പോകുന്നത് ട്ടോ. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് ആണ് ഡിജിറ്റൽ ഡാറ്റ പ്രോസസ്സിങ്ങിന് ഒരു സ്റ്റാർട്ടിങ് ആയത് ട്ടോ. ഇനി എന്താണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടിംഗ് എന്ന് നോക്കാം. ഈ കമ്പ്യൂട്ടിംഗ് 60കളിലും 70കളിലാണ് തുടർന്ന് പോകുന്നത്. അപ്പോൾ വലിയ കോർപ്പറേഷനുകളിൽ പ്ലേ റോള് പ്രോസസ്സിംഗ്, പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്. പ്ലേ റോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പേസും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടത്. പിന്നെ സാമ്പത്തിക കണക്കുകൂട്ടൽ തുടങ്ങിയ ജോലികൾക്കാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് മെയിനായിക്കൊണ്ട് യൂസ് ചെയ്തത്. പിന്നെ ഈ മെഷീനുകൾ ചെലവേറിയതും സങ്കീർണവുമായിരുന്നു. അപ്പം അന്നത്തെ കാലം നല്ല ചെലവ് കൂടിയതായതുകൊണ്ട് തന്നെ വലിയ സ്ഥാപനങ്ങളിൽ മാത്രമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചത്. അല്ലാതെ ചെറിയ ചെറിയ സ്ഥലത്തൊന്നും ഈ ഒരു കമ്പ്യൂട്ടർ ഇല്ലേനു അന്നത്തെ കാലം. അപ്പോൾ അതായത് 60, 70 കാലഘട്ടങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ മാത്രമായിരുന്നു ഈ കമ്പ്യൂട്ടർ അന്ന് കാലത്ത് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് പറയുന്നത്. അതായത് 80കളിലും 90കളിലും ഉള്ള ഘട്ടമാണ്. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒറിജിനാണ്. അതായത് ഒരു വ്യക്തിക്ക് പേഴ്സണലായിക്കാണ്ട് കമ്പ്യൂട്ടർ കിട്ടാനും അതേപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാനൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് 1980കളിലാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നിർമ്മിച്ചത്. അപ്പോൾ IBM, ആപ്പിൾ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ കമ്പനികളാണ് ഇത് ആദ്യമായിക്കാണ്ട് ഒരു വ്യക്തിക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന രീതിയിൽ കൊണ്ടുവന്നത് ട്ടോ. പിന്നെ അതേപോലെ ഈ ചെറുകിട ബിസിനസ്സുകൾക്ക് പിന്നെ വീടുകൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു കമ്പ്യൂട്ടിംഗ് അപ്പോൾ തുടങ്ങിയത്. അപ്പോൾ ഈ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഈ പെട്ടെന്ന് അങ്ങനെ ആയപ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ എക്കണോമിയുടെ തുടക്കമായിക്കാണ്ടാണ് ഈ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറും അതേപോലെ ഇൻ്റർനെറ്റും ആയിക്കാണ്ട് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ഡിജിറ്റൽ എക്കണോമിയിലേക്ക് കടന്നത് എന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വന്നതാണ് അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്കിംഗ് ആൻഡ് ഇയർലി ഇൻ്റർനെറ്റ് എന്താ നോക്കാം. അപ്പോൾ 1960കളിലാണ് അവസാനത്തിലാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് ട്ടോ. എന്നിട്ട് 1980കളിലാണ് ഈ ആർപ്പാനെറ്റ്, അതാണ് അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്ന സാധനം, ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ആർപ്പാനെറ്റ് കണ്ടുപിടിച്ചതിലൂടെയാണ് എത്ര ദൂരത്തിൽ നിന്നും നെറ്റ് അപ്പോൾ കാര്യങ്ങൾ നമുക്ക് അറിയാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കിട്ടാനൊക്കെ തുടങ്ങിയത്. അതേപോലെ തന്നെ 1989 ടീം ബെർണേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് അപ്പോൾ ഉണ്ടാക്കിയതിലൂടെയാണ് ഇപ്പോൾ ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ പങ്കുവെക്കാനും ആശയവിനിമയം നടത്താനും അതായത് കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് സാധിച്ചത്. അപ്പോൾ ഇത് കൂടാതെ ഈ കൊമേഴ്സ് എമർജൻസിയും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായത്. അതായത് 1990കളിലാണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഇത് ഉണ്ടായതിന് ശേഷമാണ് ഇപ്പോൾ ഓൺലൈനിൽ കൂടെ ആമസോൺ ആയിക്കോട്ടെ, ആമസോൺ ഉണ്ടായത് 1994ലും അതേപോലെ ബേസ് ഉണ്ടായത് 1995ലുമാണ്. അപ്പോൾ ഇതൊക്കെ വന്നതിലൂടെ ഒരുപാട് സാധനങ്ങൾ അപ്പോൾ ഓൺലൈനിൽ കൂടെ വാങ്ങാനും വിൽക്കാനും ഒക്കെ 1990കളിലാണ് ട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ ഉണ്ടായത്. അതായത് കമ്പ്യൂട്ടർ അപ്പോൾ എല്ലാവർക്കും പേഴ്സണൽ ആയിക്കാണ്ട് വന്നു. അതേപോലെ നെറ്റ്വർക്ക് വന്നു. അതേപോലെ കൊമേഴ്സ് ഒക്കെ വന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടം നോക്കാം. പറയാൻ പോകുന്ന മൂന്നാമത്തെ സ്റ്റേജ് ആൻഡ് ഡോട്ട് കോം ബൂം ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ഡിജിറ്റൽ ബിസിനസ്. അതായത് ഡോട്ട് കോം ബൂമും ഡിജിറ്റൽ ബിസിനസിന്റെ വളർച്ചയും. ഇത് 1990കളുടെ അവസാനത്തിൽ 2000ന്റെ തുടക്കത്തിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഡോട്ട് കോം ബൂം എന്ന് നോക്കാം. 1990കളുടെ അവസാനത്തിൽ ഇന്റർനെറ്റ് ഉള്ള കമ്പനികളുടെ വേഗത്തിലുള്ള വികസനത്തിന്റെ സവിശേഷതയായിരുന്നു. അപ്പോൾ ഇതിനെയാണ് ഡോട്ട് കോം ബൂം എന്ന് വിളിക്കല് അല്ലെങ്കിൽ പറയല്. അപ്പോൾ നിക്ഷേപകർ ഇന്റർനെറ്റിന്റെ സ്റ്റാർട്ടപ്പിലേക്ക് പെട്ടെന്ന് എത്തിയ ഒരു ഘട്ടമായിരുന്നു ഇത്. ഇത് സ്റ്റോക്ക് വിലകൾ ഉയരുകയും ഡിജിറ്റൽ ബിസിനസ്സുകളിൽ കുതിച്ചുചാട്ടത്തിന് കാരണമാകുകയും ചെയ്തു. അതായത് കമ്പനികളുടെ ഒക്കെ ഇന്റർനെറ്റ് ഒക്കെ ഭയങ്കര സ്പീഡാകുകയും അപ്പോൾ ഒരുപാട് കമ്പനികൾക്ക് ഡെവലപ്പ് ചെയ്ത ഒരു ഘട്ടം കൂടിയാണ് ഡോട്ട് കോം ബൂം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിൽ.
അപ്പൊ ഇതിലിനി പറയാനുള്ളത് ഡോട്ട് കോമിന്റെ തകർച്ചയെ പറ്റിയാണ്. ഡോട്ട് കോം ബസ്റ്റ് അതായത് 2000, 2001 കാലഘട്ടത്തിലാണ് ഒരുപാട് ഇന്റർനെറ്റ് കമ്പനിയുടെ തകർച്ച ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിലും ആമസോണും അതേപോലെ ഗൂഗിൾ പോലുള്ള ഒരുപാട് കമ്പനികള് നല്ല രീതിയിൽ പോവുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തില്. ഇനി പറയാനുള്ളത് എക്സ്പെൻഷൻസ് ഓഫ് ഡിജിറ്റൽ സർവീസ് ഈ ഒരു ഘട്ടത്തിൽ വന്നതാണ്. ഈ ഒരു സമയത്ത് ഓൺലൈൻ ബാങ്കിങ്, ഡിജിറ്റൽ പരസ്യം, സോഫ്റ്റ്വെയർ എസ് സർവീസ് തുടങ്ങിയ ഡിജിറ്റൽ ഐക്കണിലെ പല സേവനങ്ങളും സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റേജും കൂടിയാണ്. ദൈനംദിനം നടക്കുന്ന പ്രവർത്തനം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കൂടുതൽ ഉൾപ്പെടുത്തിയ ഒരു ഘട്ടം കൂടിയാണിത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ആഡ്സ് കാര്യങ്ങളൊക്കെ വെക്കാനും ആവാനൊക്കെ തുടങ്ങിയ ഒരു ഘട്ടം കൂടിയാണ് ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി പറയുന്ന നാലാമത്തെ സ്റ്റേജാണ്. അതായത് 2000 മുതൽ 2010 വരെയുള്ള സ്റ്റേജാണിത്. ഈ സ്റ്റേജിലാണ് വെബ് 2.0 അതേപോലെ ഫോണിന്റെ വിപ്ലവം ഉണ്ടായത്. 2000കളുടെ തുടക്കത്തിലാണ് വെബ് 2.0 ഉയർന്നു വന്നത്. ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നീ കമ്പനികളൊക്കെ ഉയർന്നു വന്നു. പിന്നെ അതേപോലെ ഇതിന്റെ ഓരോ കണ്ടന്റ് ഷെയർ ചെയ്യാനും അതേപോലെ കമന്റ് എഴുതാനും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ തുടങ്ങിയത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇനി പറയുന്നത് ഫോൺ ടെക്നോളജിയെ കുറിച്ചാണ്. അതായത് സ്മാർട്ട് ഫോണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതേപോലെ ഐഫോണുകൾ ഒക്കെ 2007 വരാൻ തുടങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്കൊക്കെ ഫോണിലും അയക്കാണ്ട് വന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിലാണ്. ഇതോടെയാണ് നമ്മൾ ഡിജിറ്റൽ എക്കണോമി വിപ്ലവകരമായത്. കാരണം ഈ കൊമേഴ്സ് ഒക്കെ അതായത് സാധനങ്ങൾ വാങ്ങലും വിൽക്കലും ഒക്കെ ഫോണിൽ കൂടെ ഭയങ്കര സുഖമായി. എല്ലാവർക്കും യൂസ് ചെയ്യാനും ആവാനും ഒക്കെ. ഇനി പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയാണ്. ഇത് 2000ന്റെ അവസാനമാണ് വന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മെയിൻ ആയിക്കാണ്ട് ഓൺലൈനിൽ കൂടെ ഡാറ്റ സേവ് ചെയ്യാനും അതേപോലെ സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റി എന്നതാണ്. ഇതിപ്പോൾ എല്ലാ പുതിയ ഫോൺസ് ആയിക്കോട്ടെ അതിലൊക്കെ ക്ലൗഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അത് മെയിൻ ആയിക്കാണ്ട് നമുക്ക് ഫോണിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് കണ്ട് വെക്കാൻ വേണ്ടി പറ്റും എന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് നാലാമത്തെ സ്റ്റേജിൽ പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ സ്റ്റേജാണ് നോക്കുന്നത്. 2010 കാലഘട്ടത്തിലെ ഹിസ്റ്ററിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ബിഗ് ഡാറ്റ, AI, പിന്നെ പ്ലാറ്റ്ഫോം എക്കണോമി ഇതൊക്കെ വന്നൊരു കാലഘട്ടമാണ് അഞ്ചാമത്തെ സ്റ്റേജ് 2010 എന്ന് പറഞ്ഞ കാലഘട്ടം. ഇനി നമുക്ക് വിശദമായി നോക്കാം. ഇനി ഫസ്റ്റ് ആയിക്കാണ് പറയാനുള്ളത് ബിഗ് ഡാറ്റ ആൻഡ് അനലൈസിസ് ആണ്. അതായത് 2010 2010ന്റെ മുമ്പ് വരെ ചെറിയ ഡാറ്റാസ് ആയിരുന്നു എല്ലാത്തിനും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 2010 ആയപ്പോൾ അത് വലിയ ഡാറ്റാസ് ആയി. അത് എന്തിനൊക്കെ യൂസ്ഫുൾ ആയി? നമ്മുടെ തീരുമാനം, ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ സേവനം വ്യക്തിഗതമാക്കൽ, പ്രവർത്തനങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യൽ എന്നീ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഈ വലിയ ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇനി പറയാൻ പോകുന്നത് പ്ലാറ്റ്ഫോം എക്കണോമിയെ പറ്റിയാണ്. അതായത് 2010 ഉമർ, പിന്നെ എയർബിഎൻബി, പിന്നെ ആലിബാബ എന്നീ തുടങ്ങിയ 3 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എക്കണോമിയിൽ തുടങ്ങിയത്. അതായത് ഓൺലൈൻ ആയിക്കാണ്ടാണ് ഈ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ സേവനങ്ങളും അതായത് ഓൺലൈനിൽ കൂടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ എല്ലാ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളും കമ്പനിക്ക് പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം എന്നൊരു സിറ്റുവേഷനാണ് ഈ പ്ലാറ്റ്ഫോം എക്കണോമി എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് 2010 നമ്മൾ എത്തിയത്. അതൊരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് ഈ ഒരു കുതിച്ചുചാട്ടമായിക്കാണ്ട് തന്നെയാണ് ഈ ഒരു സംഭവത്തിനെ കാണുന്നത്. കാരണം ഒരു കാര്യത്തിൽ നമ്മളൊരു കമ്പനി ബേസ് ആയിക്കാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഓൺലൈനിൽ കൂടെ നമ്മൾ എല്ലാ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയ കാര്യമാണ്. അതും നമ്മളുടെ ഈ ഡിജിറ്റൽ ആയിക്കാണ്ട് ബന്ധപ്പെട്ട് വലിയൊരു കാര്യമാണ് കേട്ടോ. ഇനി ഇത് നോക്കുന്ന അടുത്ത ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് AI എന്നത്. അതായത് അതൊരു മനുഷ്യനല്ല എന്നല്ലോ, പക്ഷെ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഒരു AI ചെയ്യും. കാരണം നമുക്ക് എന്തെങ്കിലും ന്യൂ പ്രൊജക്റ്റ് എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ, എന്തെങ്കിലും ഐഡിയാസ് കിട്ടണമെങ്കിൽ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇല്ല നമുക്ക് ഒരു എസ്സേ എഴുതാനും കാര്യങ്ങളും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനാൻസ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് AI എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ കണ്ടുപിടുത്തമൊക്കെ 2010 ഒരു കാലഘട്ടത്തിലാട്ടോ ഇതിന്റെ കണ്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇതൊക്കെ വന്നതോടു കൂടിയാണ് നമ്മുടെ ഡിജിറ്റൽ എക്കണോമി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒന്നായി തീർന്നത് കേട്ടോ. ഇനി ഡിജിറ്റൽ എക്കണോമിയുടെ ലാസ്റ്റത്തെ ഹിസ്റ്ററിയാണ് പറയുന്നത്. അതായത് ആറാമത്തെ സ്റ്റേജാണ്. അതായത് കോവിഡ് ടൈമിലെ സ്റ്റേജാണ് ഇത്. 2020 അതായത് അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് പാൻഡമിക് മൂലം ഉണ്ടാകുന്ന ഡിജിറ്റലൈസേഷൻ ആണ് നോക്കുന്നത്.
അതായത് 2020 കോവിഡ്-19 പാൻഡമിക് ലോക്ക്ഡൗണുകളും സാമൂഹിക അകലം പാലിക്കൽ നടപടികളും നേരിടാൻ ബിസിനസ്സുകളും ഉപഭോക്താക്കളും ഓൺലൈനിലേക്ക് മാറിയതോടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത കൂടി. കാരണം വെച്ചാൽ ലോക്ക്ഡൗണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ കൂടെ ഫോണിൽ കൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെലിമെഡിസിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ്, അതായത് ഓരോ സാധനം മേടിക്കലും മെഡിസിനും കാര്യം എല്ലാം ഓൺലൈനിൽ കൂടെയാണ്. ഈ ഒരു കൊറോണ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ എക്കണോമിയിലേക്ക് ശരിക്കും പ്രവേശിച്ചത്. കാരണം നമ്മൾ ഫുള്ള് ഡിജിറ്റൽ ആയ ഒരു കാലഘട്ടമേനി ഏത് 2020 കൊറോണ കാലഘട്ടം എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ടോപ്പിക്കാണ് നോക്കുന്നത് റെസിലൻസ് ആൻഡ് ഇന്നോവേഷൻ, അതായത് പ്രതിരോധ ശേഷിയും നവീകരണവും. അതായത് സാമ്പത്തിക പ്രതിരോധത്തിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സേവനങ്ങൾ പ്രാധാന്യം എന്താണെന്ന് ആ ഒരു പാനിക് ആയ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേറ്റ് ടൂളുകൾ, ഡിജിറ്റൽ ഹെൽത്ത് കെയർ, അതായത് ഹെൽത്ത് കെയറും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ വിളിച്ച് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഈ കൊറോണ ടൈമിലാണ്. കാരണം എല്ലാവരും ഉള്ളിലായ ടൈമിലാണ് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് ട്ടോ. അത് പുതിയൊരു ഇന്നോവേഷനേനി, പുതിയൊരു കണ്ടുപിടുത്തേനി നവീകരണത്തിന് വേണ്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഹിസ്റ്ററി എന്ന് പറയുന്നത്. 6 സ്റ്റേജസ് ആണ് ഇതിനുള്ളത്. ഓരോന്ന് ഡീറ്റെയിൽ ആയിക്കാണ്ട് ഇപ്പൊ നോക്കി. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിൾ ആയിക്കാണ്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതും കൂടിയാണ്. ഇനി ബാക്കി ടോപ്പിക്സ് ഒക്കെ അടുത്ത ക്ലാസ്സിലായിരിക്കും അപ്ലോഡ് ചെയ്യുക.